നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന പാൻറ്റുകളിൽ ഒന്നാണ് പ്ലാസോ പാൻറ്റ്. ഇതിപ്പം ചുരിദാറിനോടൊപ്പം വന്നിരിക്കുന്ന മെറ്റീരിയലാണ്. ഇതിന് കുറച്ച് വിട്ട് കുറവുണ്ട്. സാധാരണ നമ്മളിപ്പോൾ കട്ട് പീസായിട്ട് മേടിക്കുകയാണെങ്കിൽ ഒരു 2 മീറ്റർ തന്നെ ധാരാളം മതിയാവും. അപ്പം ഇതിൻ്റെ ലെങ്ത് വൈസ് ഞാനിങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ വിഡ്ത്ത് വൈസ് ഒന്നുകൂടി ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഓപ്പണിംഗ് വരുന്ന ഭാഗത്താണ് നമ്മൾ മാർക്കിങ്ങും കട്ടിങ്ങും എല്ലാം ചെയ്യുന്നത്. ഈ ഒരു ഭാഗത്താണ് വേസ്റ്റ് ബാൻഡ് വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ മാർജിൻ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഈ ലെവൽ ചെയ്ത ഭാഗത്തുനിന്ന് താഴേക്ക് ഇലാസ്റ്റിക് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനുള്ള മാർജിൻ വിട്ടതിന് ശേഷമാണ് നമ്മൾ ലെങ്ത് മെഷർ ചെയ്യുന്നത്. ഇലാസ്റ്റിക്കിൻ്റെ വിഡ്ത്തിനോടൊപ്പം 1/2 മുതൽ 1 ഇഞ്ച് വരെ എക്സ്ട്രാ ചേർത്തിട്ടാണ് ഈ ഒരു മാർജിൻ മാർക്ക് ചെയ്യേണ്ടത്. ഇവിടെ ഞാനൊരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു ലൈനിൽ നിന്ന് താഴേക്ക് 37 ഇഞ്ചസ് ആണ് എനിക്ക് പാൻറ്റിൻ്റെ ലെങ്ത് വേണ്ടത്. അതിനോടൊപ്പം ഒരു 2 ഇഞ്ച് കൂടി ആഡ് ചെയ്ത് 39 ലെങ്ത് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. പാൻറ്റിൻ്റെ ബോട്ടം ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലെങ്ത്തിനോടൊപ്പം ഈ ഒരു 2 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്തിരിക്കുന്നത്. ഫോൾഡിങ്ങിൻ്റെ ഭാഗത്തും മാർക്ക് ചെയ്തതുപോലെ തന്നെ ഓപ്പണിംഗ് ഭാഗത്തും 39 ഇഞ്ചസ് നമ്മൾ മാർക്ക് ചെയ്തിട്ട് ഈ 2 ലൈനും നമ്മളൊന്ന് ജോയിൻ്റ് ആക്കി കൊടുക്കുന്നുണ്ട്. പ്ലാസോ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേസ്റ്റിൻ്റെ വിഡ്ത്തും ക്രോച്ചിൻ്റെ ലെങ്ത്തും ഒരേ മെഷർമെൻറ്റാണ് വരുന്നത്. ടോട്ടൽ ഹിപ്പ് സൈസിനെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്ത് അതിനോടൊപ്പം 2 ഇഞ്ച് ആഡ് ചെയ്താണ് നമ്മൾ വേസ്റ്റ് മാർക്ക് ചെയ്യുന്നത്. അതേ മെഷർമെൻറ്റ് തന്നെയാണ് നമ്മുടെ ക്രോച്ച് ലെങ്ത് ആയിട്ട് മാർക്ക് ചെയ്യുന്നത്. ഇവിടുത്തെ ഹിപ്പ് സൈസ് വരുന്നത് 40 ഇഞ്ചസ് ആയിരുന്നു. അതിനെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 10 ഇഞ്ചസ് കിട്ടി. പ്ലസ് 2 ഇഞ്ച് കൂടെ ചേർത്ത് 12 ഇഞ്ച് ഞാൻ വേസ്റ്റിന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്ന അതേ ലൈനിൽ നിന്ന് താഴേക്ക് 12 ഇഞ്ചസ് ആണ് ക്രോച്ച് ലെങ്ത് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ക്രോച്ച് ലെങ്ത് മാർക്ക് ചെയ്തിരിക്കുന്ന വിഡ്ത്തും 12 ഇഞ്ചാണോ എന്ന് ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷം അതിനോടൊപ്പം 2 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ക്രോച്ചിൻ്റെ കർവിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്യുന്നത്. അതിനോടൊപ്പം ഞാനൊരു 1/2 ഇഞ്ച് സ്റ്റിച്ചിങ് മാർജിനും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ക്രോച്ച് ലെങ്ത്തിന് വേണ്ടി വരച്ചിരിക്കുന്ന 2 പോയിന്റുകളും ഒന്ന് ജോയിൻ്റ് ആക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആം ഹോളിനൊക്കെ ചെയ്യുന്നത് പോലെ ഈ കോർണറിൽ നിന്ന് മുകളിലേക്ക് 1 ഇഞ്ച് ഇങ്ങനെ ഒന്ന് വരച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു ലൈനുകളെ തമ്മിൽ ജോയിൻ്റ് ആക്കി ഇങ്ങനെ ഒരു കർവ് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി പാൻറ്റിൻ്റെ താഴോട്ടുള്ള ഭാഗം മാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കർവ് സ്കെയിൽ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഒരു കർവ് സ്കെയിൽ യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ സ്ട്രൈറ്റ് സ്കെയിൽ ആയാലും മതി. ചെറുതായിട്ടൊന്ന് ഒരു കർവ് ഷേപ്പിൽ വരച്ച് നമുക്ക് താഴത്തേക്ക് ജോയിൻ്റ് ആക്കാം. പിന്നെ താഴ്ഭാഗത്തേക്ക് വിഡ്ത്ത് കുറവ് വേണം എന്നുള്ളവർക്ക് വേണമെങ്കിൽ സ്കെയിലിൻ്റെ താഴ്ഭാഗം കുറച്ചുകൂടി ഉള്ളിലേക്ക് ചേർത്തിട്ട് ചരിച്ച് വേണമെങ്കിലും വരച്ചെടുക്കാം. ഞാനിവിടെ ആ ഒരു കർവ് ഷേപ്പിന് താഴോട്ട് സ്ട്രൈറ്റ് ആയിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. വേസ്റ്റ് ബാൻഡിൻ്റെയും ക്രോച്ചിൻ്റെയും വിഡ്ത്ത് ഒരേ അളവ് തന്നെയാണ് വേണ്ടത്. അപ്പോൾ ആ ഒരു ലൈൻ കൂടി ഒന്ന് ജോയിൻ്റ് ആക്കിയിട്ട് ഞാനിതിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഫോൾഡ് ചെയ്തിരിക്കുന്ന 2 ലെയർ ഫാബ്രിക് നമ്മളിങ്ങനെ നിവർത്തി എടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ ക്രോച്ച് ഏരിയ തമ്മിൽ ജോയിൻ്റ് ആക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ 2 ഭാഗവും നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്റർ പോർഷനിൽ നിന്ന് നമ്മളിങ്ങനെ ഓപ്പൺ ആക്കി 2 കാലിൻ്റെ ഭാഗങ്ങളും സ്റ്റിച്ച് ചെയ്തെടുക്കാം. സെൻറ്റർ പോർഷന് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി താഴെ നമ്മൾ 2 ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിരുന്നു ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് നമുക്കിങ്ങനെ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇലാസ്റ്റിക്കും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഇലാസ്റ്റിക്കിൻ്റെ അളവ് വേണ്ടത് നമ്മുടെ വേസ്റ്റിൻ്റെ അളവ് എത്രയാണോ അതിൽ നിന്ന് 3 ഇഞ്ച് കുറച്ചിട്ടാണ് വേണ്ടത്. ഇവിടെ എനിക്ക് വേണ്ടത് 30 ഇഞ്ചസ് ആണ്. ഞാൻ അതിൽ നിന്ന് 3 കുറച്ചിട്ട് 27 ഇഞ്ചസ് ആണ് ഇലാസ്റ്റിക്കിൻ്റെ അളവ് എടുത്തിരിക്കുന്നത്. ആ ഇലാസ്റ്റിക്കിനെ ഞാനിങ്ങനെ സെൻറ്ററിൽ നിന്ന് ജോയിൻ്റ് ആക്കി ഒരു റൗണ്ട് ആക്കി എടുത്തിട്ടുണ്ട്. ഇലാസ്റ്റിക് വെക്കുന്നതിന് വേണ്ടിയിട്ട് ഓൾറെഡി നമ്മളൊരു മാർജിൻ വിട്ടിട്ടുണ്ട്. ആ മാർജിനിലെ ലൈൻ കണക്കാക്കിയിട്ട് നമുക്കിതിങ്ങനെ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ഞാൻ ഇലാസ്റ്റിക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്കിതിൻ്റെ സെൻറ്ററിലൂടെ ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കാം. ഞാൻ മിക്കവാറും ഈ ഒരു സിംഗിൾ സ്റ്റിച്ച് തന്നെ കൊടുക്കാറുള്ളൂ. ഇൻ കേസ് എന്തെങ്കിലും ആവശ്യത്തിന് നമ്മളിതിങ്ങനെ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നടുക്കൂടി ഒരു സ്റ്റിച്ച് കൊടുത്താൽ റിമൂവ് ചെയ്യുന്നതിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പാൻറ്റ് ഞാനൊന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ മാർക്ക് ചെയ്തതനുസരിച്ച് കൃത്യമായിട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നതെങ്കിൽ അളവുകളെല്ലാം കൃത്യമായിട്ട് തന്നെ ഉണ്ടാവും. ഇപ്പോൾ ടോട്ടൽ ലെങ്ത് നമുക്ക് വേണ്ടത് 37 ആണ്. ഇവിടെ 37 ഇഞ്ചസ് വരുന്നുണ്ട്. വേസ്റ്റിൻ്റെ വിഡ്ത്ത് വേണ്ടതിരുന്നത് 27 ആണ്. നമ്മുടെ ഇലാസ്റ്റിക്കിൻ്റെ വിഡ്ത്ത് അതും കറക്റ്റായിട്ട് തന്നെ വരുന്നുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.